ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. കുറേ നാളായില്ലേ നമ്മൾ നേർക്ക് നേരൊന്ന് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മുതൽ ഇങ്ങനെ തന്നെ കാണാം. ഓക്കെ, ക്ലാസ്സുകളെല്ലാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇംഗ്ലീഷിലൊരു ചിന്ന ക്ലാസ്സിന് വേണ്ടിയിട്ടാണല്ലേ. ഇംഗ്ലീഷിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ് കേട്ടോ. 2 കാര്യങ്ങൾ. അതെപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന 2 വാക്കുകളാണ്. നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. ഒരു സംഭവം, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ അടുത്തിരിക്കുകയാണെങ്കിൽ, അടുത്ത് ഒരു ഒബ്ജക്റ്റ് കുറച്ചുകൂടെ ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്, അത് എന്നല്ലേ നമ്മൾ പറയുക മലയാളത്തിൽ. ഇപ്പോൾ ഈ ഒരു പെൻ അതെൻ്റെ അടുത്തിപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? ഇത് ഒരു പേനയാണ്. പക്ഷേ ഈ പേന നല്ല ദൂരെ ഇരിക്കുകയാണ്. കണ്ടോ, ദൂരെ. നല്ല ദൂരെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയും? അത് ഒരു പേനയാണ്. എങ്ങനെ പറയും? അത് ഒരു പേനയാണ് എന്ന് പറയും. അപ്പോൾ ഇത്, അത് എന്നൊക്കെ ഉള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാലോ. ഓക്കെ, റെഡിയാണ്? ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണ്? വെരി ഗുഡ്. കണ്ടോ, ഇതൊന്ന് വായിക്കാവോ? എന്താണ് ഇപ്പോൾ വന്നത്? ദിസ്. എന്താണ് ദിസ്? ദിസ് എന്ന് പറഞ്ഞാൽ അടുത്താണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, നമ്മുടെ തൊട്ടടുത്താണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ദിസ് എന്ന് പറയും. ഇപ്പോൾ ഈ പേന എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് പറയും? ദിസ് ഈസ് എ പെൻ എന്ന് പറയും. ദിസ് ഈസ് എ പെൻ എന്ന് പറയും. ഇനി ഈ പേന ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് പറയും? അത് ഒരു പേനയാണ് എന്ന് പറയും. അതിനു വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാന്നറിയാവോ? ദാറ്റ്. എന്താണ്? ദാറ്റ്. അപ്പോൾ എൻ്റെ ഒപ്പം പറയൂ. ഇത് എന്നുള്ളത് ദിസ്, അത് എന്നുള്ളത് ദാറ്റ്. ദിസ്, ദാറ്റ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് നോക്കാവേ. അപ്പോഴേ ഞാൻ ഇവിടെ ഇരിക്കുവാണ്. ആ ഒരു കുട്ടി എന്നിൽ നിന്നും ദൂരെയാണോ അതോ അടുത്താണോ? ദൂരെയാണല്ലേ. ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ പറയാ? ദിസ് പറയുമോ ദാറ്റ് പറയുമോ? അത് ഒരു പെൺകുട്ടിയാണ്. അത് ഒരു പെൺകുട്ടിയാണെന്നാണ് എനിക്ക് പറയേണ്ടത്. അത് എന്ന് പറയണം. അപ്പം ഞാൻ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? ദാറ്റ്. എന്താണ്? ദാറ്റ്. അപ്പം എങ്ങനെ പറയും? ദാറ്റ് ഈസ് എ ഗേൾ എന്ന് പറയും. ദാറ്റ് ഈസ് എ ഗേൾ. ഇനി ഒരു ഫ്ലവർ എൻ്റെ അടുത്തിരിക്കുകയാണ്. ഒരു ഫ്ലവർ എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ പറയും? ദിസ് പറയോ ദാറ്റ് പറയുമോ? നിങ്ങൾ ഏതാ ചൂസ് ചെയ്ത് തരിക എനിക്ക്? ദിസ് അല്ലേ? കറക്റ്റ്. ദിസ് ഈസ് എ ഫ്ലവർ. ദിസ് ഈസ് എ ഫ്ലവർ. ഓക്കെ, അപ്പോൾ ദിസും ദാറ്റും. ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലാക്കേണ്ടതാണ്, സിംഗുലാർ ആയിരിക്കണം. സിംഗുലാർ എന്ന് പറഞ്ഞാലോ ഒറ്റയ്ക്ക്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഒരൊറ്റ പെൺകുട്ടിയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരൊറ്റ ഫ്ലവറിനെ മാത്രമാണ്. നേരത്തെ ഞാൻ കാണിച്ചതും ഒരൊറ്റ പേനയാണ്. ഒറ്റ ആണെങ്കിലാണ് ദിസും ദാറ്റും നമ്മൾ ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വേറെ 2 വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ സിംഗുലാർ വെച്ച്, ഒറ്റ ഉള്ളത് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായാലോ? ദിസും ദാറ്റും. ദിസ് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നതിനെ സൂചിപ്പിക്കുവാനായിട്ട് എന്തുപയോഗിക്കും? ദിസ് ഈസ് എ എന്ന് പറയും. അടുത്തത് ദൂരെ ഉള്ളതാണെങ്കിലോ ദാറ്റ് ഈസ് എ എന്ന് പറയും. ഓക്കെ, മനസ്സിലായി? വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി ഇതൊരു ആക്ടിവിറ്റി പോലെ. ഇവിടെ ആ ഒരു വിരൽ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഒരു വിരൽ, ഏറ്റവും ആദ്യം ആ വിരൽ അല്ലെങ്കിൽ ആ ഒരു കൈയുടെ അടുത്താണോ ദൂരെയാണോ ഈ ബോൾ ഇരിക്കുന്നത്? അടുത്താണല്ലേ. അപ്പം ഞാൻ എങ്ങനെയാ പറയാ? ദിസ് പറയുമോ ദാറ്റ് പറയുമോ? ദിസ് പറയും. കറക്റ്റ്, വെരി ഗുഡ്. അടുത്തത് ഈ ഒരു കൈയുടെ
ദൂരെയാണ് ഈ ഇറേസർ ഇരിക്കുന്നത്. ദിസ് പറയുമോ ദാറ്റ് പറയുമോ? പറയൂ. ദിസ് പറഞ്ഞു നിങ്ങൾ. അയ്യോ തെറ്റിപ്പോയി. ദാറ്റ് ആണോ പറഞ്ഞത്? വെരി ഗുഡ്. ദാറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് എൻ ഇറേസർ. ദാറ്റ് ഈസ് ആൻ ഇറേസർ. അടുത്തതോ ദിസ് ഈസ് എ ബോൾ. വെരി ഗുഡ്. കറക്റ്റ്. അപ്പോൾ ഇനി കുട്ടി കുട്ടി ആക്ടിവിറ്റീസ് ആണ്. ഇത്ര ടൈമർ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ പറയാൻ ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കൂ. ഐ ലൈക്ക് ദിസ് പറയുമോ ദാറ്റ് പറയുമോ? ഈ ക്യാറ്റ് ഈ കുട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എന്തായിരിക്കും പറയുക? ഈ കുട്ടിക്ക് ക്യാറ്റിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്. ഐ ലൈക്ക് ദാറ്റ് ക്യാറ്റ് വരുമോ ദിസ് ക്യാറ്റ് വരുമോ? കറക്റ്റ്. ഐ ലൈക്ക് ദിസ് ക്യാറ്റ് എന്ന് പറയാം. അടുത്തിരിക്കുന്നുണ്ട് ദിസ് എന്ന് പറയാം അല്ലേ? കറക്റ്റ്. വെരി ഗുഡ്. ഇനി അടുത്തത്. ഇനി ആ കുട്ടിക്ക് ടർട്ടിലിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ടർട്ടില് കുട്ടിയുടെ അടുത്താണോ ദൂരെയാണോ ഇരിക്കുന്നത്? ദൂരെയാണ്. അപ്പൊ എന്താണ് ഉപയോഗിക്കേണ്ടത്? പറയൂ. യെസ്, ദാറ്റ് ഉപയോഗിക്കും. കറക്റ്റ്. അപ്പൊ ഐ ലൈക്ക് ദാറ്റ് ടർട്ടിൽ എന്ന് പറയൂ അല്ലേ കുട്ടി? വെരി ഗുഡ്. ഇനി ഇതെങ്ങനെയായിരിക്കും വരിക? ദിസ് ഈസ് എ ബോയ് എന്ന് വരുമോ? അതോ ദാറ്റ് ഈസ് എ ബോയ് എന്ന് വരുമോ? ദിസ് ഈസ് എ ബോയ് എന്ന് വരുമോ? ദാറ്റ് ഈസ് എ ബോയ് എന്ന് വരുമോ? ഈ ഹാൻഡിന്റെ ദൂരെയാണോ അടുത്താണോ കുട്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്? ദൂരെയാണ്. അപ്പോൾ എങ്ങനെയാ വരിക എന്നുള്ളത് കമന്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ. ദിസ് ആണോ ദാറ്റ് ആണോ എന്നുള്ളത് കമന്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ ഹോംവർക്കാണ്. ഞാൻ അവിടെ കമന്റ് ബോക്സിൽ ആ ഹോംവർക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് എഴുതുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. പിന്നെ ഒരിക്കലും മറക്കത്തില്ല. അതിനാണ് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നത്. അതിനാണ് താഴെ ആൻസർ ഷീറ്റ് തന്നിട്ടുള്ളത്, കമന്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എഴുതണം കേട്ടോ. അതുപോലെ തന്നെ ഇതും ദിസ് ഈസ് ദാറ്റ് ഈസ്. ഇതിൽ ഏത് ചൂസ് ചെയ്യും? ഈ ഒരു ഹാൻഡിന്റെ അടുത്താണോ ദൂരെയാണോ ഫുട്ബോൾ ഇരിക്കുന്നത്? അടുത്താണോ ദൂരെയാണോ? നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? ദിസ് ആണോ ദാറ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ഏറ്റവും ആദ്യത്തേത് ദിസ് ആണോ ദാറ്റ് ആണോ, രണ്ടാമത്തേത് ദിസ് ആണോ ദാറ്റ് ആണോ. അത് മാത്രം മതി. ദിസ് ആണോ ദാറ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്ത് അത് മാത്രം മതി. ഫുൾ എഴുതണം എന്നില്ല. ഫസ്റ്റത്തേത് എന്താണ്, സെക്കൻഡ് വൺ നിങ്ങൾ ഏതാ ചൂസ് ചെയ്ത്. അപ്പം ഒന്ന് എന്നിട്ടിട്ട് ദിസ് ആണോ ദാറ്റ് ആണോ, രണ്ട് എന്നിട്ടിട്ട് ദിസ് ആണോ ദാറ്റ് ആണോ എന്നുള്ളത് നോക്കുക, പറയുക. ഓക്കെ, അപ്പോൾ പറയുമല്ലോ? പറയുമെന്ന് എനിക്ക് ഒരു ഉറപ്പ് തരണം. പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽ ഡൺ മൈ ഡിയേഴ്സ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യിക്കാനായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരുന്നു. മറ്റേത് ആദ്യത്തെ രണ്ടെണ്ണം ഹോംവർക്കാണ്. ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഈ ഒരു കൈയുടെ ദൂരെയാണ് ഈ ബേർഡ്, അതായത് നമ്മുടെ പാരറ്റ് ഇരിക്കുന്നതല്ലേ. ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാറ്റ് ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എ ബേർഡ് എന്ന് പറയും. അതോ ദിസ് ഈസ് എ ബേർഡ് എന്ന് പറയൂ? ദൂരെയാണ്, അത് ഒരു ബേർഡാണ് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ്? ദാറ്റ് ഈസ് എ ബേർഡ്. ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു മൂന്നാമത്തെ തന്നേ ഉള്ളൂ. ഫസ്റ്റ് രണ്ടെണ്ണം ഹോംവർക്കാണ്. ചെയ്ത് താഴെ കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനും ഓണാക്കാൻ മറന്നു പോകരുത്. എപ്പോഴാണ് ക്ലാസ് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓണാക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിന് മുൻപേ ഉള്ള ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കണം. ഓക്കെ, ഹിന്ദിയൊക്കെ നമ്മൾ ഇങ്ങനെ പതിയെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബൈ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.